ഇന്ന് നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിൽ നമുക്ക് ജാവ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയാണ് എക്ലിപ്സ് എന്ന് പറഞ്ഞ IDE. അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ബീൻസ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് IDEs ഉണ്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്ലിപ്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ജാവ പ്രോഗ്രാം എഴുതണമെങ്കിൽ നമ്മൾ ജാവ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ജാവ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ, നമ്മുടെ പഴയ വീഡിയോ ഉണ്ട്, അതൊന്ന് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ജാവ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ജാവ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് നമ്മൾ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാം. ഫോർ വിൻഡോസ് 64-bit. നമ്മളിപ്പോൾ വിൻഡോസ് 10-ലാണ് എന്ത് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ exe ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എക്ലിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും എല്ലാവരും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഇത് എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് www.eclipse.org ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് എക്ലിപ്സ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം. Eclipse IDE 2019-12 എന്ന് പറഞ്ഞ ഇൻസ്റ്റാൾ ഒരു ഡെസ്ക്ടോപ്പ് IDE പാക്കേജ് ഡൗൺലോഡ് 64-bit എന്ന് കൊടുക്കാം. ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യും. ആണോ, നമ്മളെ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട് എക്ലിപ്സ് ഇൻസ്റ്റാൾ -win64.exe എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ എന്തെങ്കിലും കോൺട്രിബ്യൂഷനോ എന്തെങ്കിലും എമൗണ്ട് എന്ത് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എക്ലിപ്സിന് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇതുണ്ടോ, $5 വേണമെങ്കിൽ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡൊണേറ്റ് ചെയ്യേണ്ടവർക്ക് ഡൊണേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡൗൺലോഡ് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എക്ലിപ്സ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആരെങ്കിലും ഫോൾഡറിൽ പോയാൽ എക്ലിപ്സ് IDE എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുമായി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ജാവ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യേണ്ടവർക്ക് അത് നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും. എക്ലിപ്സ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ എക്ലിപ്സ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് എക്ലിപ്സ് IDE ഫോർ ജാവ ഡെവലപ്പേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. PHP അങ്ങനത്തെ കാര്യങ്ങൾ, ഡീസൽ ടൂൾസ്, എക്ലിപ്സ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എക്ലിപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ ജാവ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് എല്ലാതും ഇതിലൂടെ തന്നെ ചെയ്യാം. അവിടെ പ്രൊഡക്റ്റ് വേർഷൻസ് എന്ന് പറയുന്നുണ്ട്. ജാവ ഉണ്ടോ VM നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വേർഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. JDK ഉണ്ടോ 30 കറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഇൻസ്റ്റാളേഷൻ ഫോൾഡർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂസേഴ്സിൽ അഡ്മിനിസ്ട്രേറ്റർ എക്ലിപ്സ് ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ട് മെനുവിൽ ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ടിക്ക് എടുക്കും. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് നൗ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉണ്ടോ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മളെ ലൈസൻസ് അഗ്രിമെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്സ് ആക്സെപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾവേസ് ആക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് മൊത്തം സെലക്ട് ചെയ്യാം. സെലക്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ലോഞ്ച് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ലോഞ്ച് എന്ന് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് സ്പേസ് നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. സ്റ്റോർ റെഫറൻസ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫയൽ സേവ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പേസ് കൂടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എക്ലിപ്സ് ID എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഈ പ്രോഗ്രസ് ബാർ കംപ്ലീറ്റ് ആവുകയാൽ നമുക്കിത് ഓപ്പൺ ചെയ്തു. ഇതാണ് ഡെസ്ക്ടോപ്പിൽ എക്ലിപ്സിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ അപ്പോൾ നമ്മുടെ എക്ലിപ്സ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ റിവ്യൂ ഐ ഡി, കോൺഫിഗറേഷൻ, അങ്ങനത്തെ ട്യൂട്ടോറിയൽ, അങ്ങനത്തെ ക്രിയേറ്റ് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ, ക്രിയേറ്റ് ന്യൂ ജാവ പ്രൊജക്റ്റ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. വേണ്ട ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ്, നിങ്ങൾക്ക് പഴയ പ്രൊജക്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓപ്പൺ എക്സിസ്റ്റിംഗ് ഫയൽ നമുക്ക് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ഹലോ വേൾഡ് ഇപ്പോൾ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ പ്ലഗിൻസ് ഒക്കെ ആഡ് ചെയ്യാമെന്ന്, ഇപ്പോൾ നമ്മൾ GUI ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ്ങിൻ്റെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ക്രിയേറ്റ് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതെന്ത് ചെയ്യാം, നമ്മളൊന്ന് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ എക്ലിപ്സിൻ്റെ ID ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹലോ വേൾഡ് ക്രിയേറ്റ് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ പറയേണ്ടത്. ഷോസ് ടു ക്രിയേറ്റ് എ ഫേമസ് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ആൻഡ് ട്രൈഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നോക്കാം. ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് എന്ന് കൊടുക്കും. ഇവിടെ അതിൻ്റെ ലിങ്ക് കാണുന്നുണ്ട്, ക്രിയേറ്റ് പ്രൊജക്റ്റ്, ക്രിയേറ്റ് ജാവ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. യൂസിങ് എക്സിക്യൂഷൻ എൻവയോൺമെൻറ്റ് JRE, നമുക്ക് ജാവേൻ്റെ വേർഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പ്രൊജക്റ്റ് ലേഔട്ട്, പ്രൊജക്റ്റ് വർക്കിംഗ് സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മളിപ്പോൾ വർക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ ഉണ്ടോ, ഡിഫോൾട്ട് വർക്ക് സ്പേസ്, അങ്ങനത്തെ കാര്യം. അങ്ങോട്ട് ഹലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജാവ ക്ലാസ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു ക്ലാസിൻ്റെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ജാവ പ്രൊജക്റ്റ് ജാവ ക്ലാസ് കൊടുക്കുക. സോഴ്സ് ഫോൾഡർ ക്ലാസ് നെയിം കൊടുക്കുക. ഹലോ പബ്ലിക് ക്ലാസ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ വേറൊരു ഓപ്ഷനും കൂടി കൊടുക്കേണ്ടി വരും. നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഹലോ എന്ന് കൊടുക്കും. ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, എന്ന് വെച്ചാൽ നമുക്കൊരു ജാവ പ്രോഗ്രാമിലൊരു മെയിൻ ക്ലാസ് അല്ല മെയിൻ മെത്തേഡ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ നമ്മളത് അവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൺസ്ട്രക്ടർ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കൺസ്ട്രക്ടർ കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ ക്ലാസിൻ്റെ പേരിൽ നമുക്ക് കൺസ്ട്രക്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ വോയിഡ് മെയിൻ കൊടുത്തു. നമ്മൾ ക്ലാസ് കൊടുത്തു, മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക.
അപ്പോൾ ഇതാണ് നമ്മളെ ജാവ ഫയല്, അല്ലെ ജാവ ക്ലാസ് പബ്ലിക് ക്ലാസ് ഹലോ എന്ന് പറഞ്ഞ് അതിൽ മെയിൻ മെത്തേഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്. നേരെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ റൺ ചെയ്യാനുള്ള ഇതുണ്ടോ, റൺ hello.java എന്ന് പറഞ്ഞ ഫയല്. ഇത് നമ്മുടെ പ്രൊജക്റ്റ് നെയിം, ഇത് നമ്മുടെ ക്ലാസ് നെയിം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്യും. വേൾഡ് എന്ന് പറഞ്ഞാൽ അലോ എന്ന് പറഞ്ഞാൽ ജാവ ക്ലാസ് റൺ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അവിടെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് എക്സിക്യൂട്ട് ചെയ്താൽ ഓക്കെ കൊടുക്കാം. കേട്ടോ അലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ എങ്ങനെ പ്ലഗിൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ GUI ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗിൻസ് കാര്യങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം നോക്കാം. ഓക്കെ, നമുക്കത് ക്ലോസ് ചെയ്തു, എക്സിറ്റ് കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്ലഗിൻസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.